നമസ്കാരം, ഞാൻ മൃണാൾ. ഇതാണ് ജെഫ് ബിരിയാണിയുടെ ഫേമസ് അഫ്ഗാനി ചിക്കൻ. പണ്ട് ഞായറാഴ്ച മാത്രമേ കിട്ടുള്ളായിരുന്നു, ഇന്നിപ്പോൾ എല്ലാ ദിവസവും കിട്ടും തോന്നുന്നു. ഒരു നല്ല വെയിറ്റ് ഉള്ള ക്വാർട്ടർ ചിക്കനാണ്. ഞാൻ ജെഫ് ബിരിയാണിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് 2-2.5 കൊല്ലം കഴിഞ്ഞത്. അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ആയിരുന്നു കൊച്ചിയിലെ ജെഫ് ബിരിയാണി. അതായത് അന്ന് ഞാൻ 10 ബെസ്റ്റ് ബിരിയാണി കൊച്ചിയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്ത് കുറേ റിസർച്ച് ചെയ്ത് 10-30 കടകളിൽ പോയി ഒരു 10 കടകൾ തിരഞ്ഞെടുത്ത് സെലക്ട് ചെയ്ത് അതിൽ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ജെഫ് ബിരിയാണിയിലായിരുന്നു. ജെഫ് ബിരിയാണിയിലെ മട്ടൻ ബിരിയാണി മാത്രമല്ല, ഒരു ഞായറാഴ്ച പോയി ക്യൂ നിന്ന് 3-4 തവണ പോയി ക്യൂ നിന്നിട്ട് കിട്ടിയില്ല, ബിരിയാണി കിട്ടിയില്ല. എന്നിട്ട് ഒരു ഞായറാഴ്ച ക്യൂ നിന്നിട്ട് അന്ന് സ്പെഷ്യലായിരുന്നു ചിക്കൻ അഫ്ഗാനി ചിക്കൻ. അപ്പം ഇന്നിപ്പം നോക്കട്ടെ, ഇതിപ്പോൾ എവിടുന്ന് തുടങ്ങും? ഒരു സെക്കൻഡ്, ഒരു വഴിയുണ്ട്. നമുക്ക് ഇതന്നെ പൊട്ടിച്ചെടുക്കാം. അന്ന് ഞാൻ എൻ്റെ ബ്ലോഗിൽ പറഞ്ഞത് ആ ബിരിയാണീനേക്കാളും ടേസ്റ്റ് ആ അഫ്ഗാനി ചിക്കൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ഇതിപ്പോൾ ജസ്റ്റ് ആവറേജ്. ഇതിപ്പോൾ എങ്ങനെയാ പറയാ, അതിൻ്റെ ഒരു പൊടിക്ക് ഉപ്പ് കൂടുതലുണ്ട്, അതിൻ്റെ ക്രീമി ഫ്ലേവർ കാണാനില്ല. ചിക്കൻ വെൽ കുക്ക്ഡാ. പക്ഷേ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ ഇങ്ങനെ ഉപ്പ് കൂടുതലും അല്ലേ? പണ്ട് കഴിച്ച ആ അഫ്ഗാനി ചിക്കൻ്റെ ഒരു പ്രേതം പോലുണ്ട് ഇത്. ബിരിയാണിയിലേക്ക് പോവാം. മട്ടൻ എവിടെ മാമനെ? ഇനിയും മട്ടൺ ഉണ്ടാവണമല്ലോ. ഇവിടെയൊക്കെ മട്ടനാണ്. ഇവിടെ മട്ടൺ. ഇത് ഫാറ്റ് കുറച്ച് കൂടുതലുള്ള പീസാണ്. ഒരു മസാല, ഒരു ജീരകം പോലെ ഒരു മസാല അത് മുന്നിൽ നിൽക്കുകയാണ്. അതുപോലെ എരിവും. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇത്. ഫാറ്റും എല്ലുമാണ്. പോട്ടെ, അടുത്ത പീസ് എടുക്കാം. പിന്നെ ഇവിടെ നിൽക്കട്ടെ, കുറച്ച് ബിരിയാണി എടുക്കാം. ബിരിയാണിയുടെ സാലഡാണ്. യെസ്, കോസ്ലോ പോലുണ്ട്. ക്യാബേജൊക്കെ ആയിട്ട്. അപ്പോൾ ബിരിയാണിയിലേക്ക് പോവാം. 2.5 കൊല്ലം മുമ്പ് കൊച്ചിയിൽ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ബിരിയാണിയാണിത്. ഞാൻ ഗാലക്സിയിൽ നിന്ന് വന്ന് എവിടെ നിന്നൊക്കെ കഴിക്കാൻ പറ്റും അവിടെ നിന്നൊക്കെ കഴിച്ചിട്ടാണ് അങ്ങനെ വന്നത്. ബീഫ് ബിരിയാണി, നൂറിയ, കായ്ക്ക എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്ലോഗ് ഇപ്പോഴും യൂട്യൂബിലുണ്ട്. മൊമെന്റ് ഓഫ് ട്രൂത്താണ്. ഞാൻ 2.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് കഴിക്കുന്നത്. ഇതിലൊരു സ്റ്റാർ അനീസിൻ്റെ ഒക്കെ ആവശ്യമില്ലാത്തൊരു ടേസ്റ്റ്. മട്ടനൊക്കെ നല്ല വെൽ കുക്ക്ഡാണ്. ചിക്കനും അങ്ങനെ തന്നെയായിരുന്നു. ആ മട്ടൻ നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷം തോന്നും. സോഫ്റ്റാണ്, നല്ല രസമാണ്, ടെൻഡറാണ്. പക്ഷേ സ്പൈസസ് എവിടുന്നൊക്കെയോ എന്തൊക്കെയോ സ്പൈസസ് കയറി വരുന്നത്. ഫ്ലേവർ ഓഫ് യമൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ദിസ് ഇസ് നോട്ട് ഫ്ലേവർ ഓഫ് യമൻ. ഐ മീൻ, എങ്ങനെ അങ്ങനെ പറയാം?
ഇനി പീസസിൽ ഇറച്ചി വളരെ കുറവാണ്. നേരത്തെ ആ ഒരു പീസ് എടുത്ത് പിന്നെ ഇത്രയും എടുത്തപ്പോൾ ഇതും പിന്നെ ഫുള്ള് എല്ലായി. ഈ ബിരിയാണി അത്ര ചീപ്പായിട്ടുള്ള ബിരിയാണി അല്ല. അപ്പം അതിനകത്ത് ആവശ്യത്തിന് മട്ടൺ വേണ്ടേ? മട്ടൺ ബിരിയാണിയിലും മട്ടണിൽ എല്ലും ഫാറ്റും എല്ലാം ഉണ്ടാവണം, അത് ശരിയാണ്, എന്നാലേ അതിൻ്റെ ഫുൾ ഫ്ലേവർ കിട്ടുള്ളൂ. പക്ഷെ ഇതിന് മട്ടൻ്റേതായിട്ടുള്ള ഒരു സ്മെല്ലോ ഫ്ലേവറോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതിനാകെ എനിക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്നത് എന്തോ ജീരകോ സ്റ്റാർ അനീസോ എന്തോ ഗരം മസാല കൈൻഡ് ഓഫ് ഫ്ലേവർ ഇല്ലേ, അതാണ് എനിക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്നത്. വേറെ ഒന്നും എനിക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ പീസ് വേണ്ടേ, മട്ടൺ കുറച്ച് വേണ്ടേ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ. അതൊന്നും രക്ഷയില്ല. ഗരം മസാല ബിരിയാണി എന്ന് പറയും ഇതിന്, മട്ടൺ ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല. 2.5 കൊല്ലം കൊണ്ട് ഇനിയിപ്പം ഞാൻ മാറിയതാണോ 2.5 കൊല്ലം കൊണ്ട് ജഫ് ബിരിയാണി മാറിയതാണോ, ഇതെന്താ കേസ്? വേറെ ഇത് ഫുൾ റൈസാണ്. അതായത് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ വേ ചെയ്താൽ ഒരു 50 ഗ്രാമൊക്കെ കാണുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. എല്ലും ഫാറ്റും ഒക്കെ മാറ്റിയിട്ടുള്ള മട്ടൻ്റെ കാര്യമാണ് പറയുന്നത്. 50 ഗ്രാം തന്നെ ചിലപ്പോൾ ഉണ്ടായിന്ന് വരുമില്ല. ആ മട്ടനിലേക്ക് നമ്മൾ കടിക്കുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യും. പക്ഷെ പിന്നെ ആ മസാല അങ്ങ് കിക്കിൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, കംപ്ലീറ്റ് എക്സൈറ്റ്മെന്റ് ഈസ് ലോസ്റ്റ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പഴയ ജഫ് ബിരിയാണിയുടെ കളറ് പോലും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇത്രയും അഗ്രസീവ് ആയിരുന്നില്ല പഴയ ജഫ് ബിരിയാണി. മസാല ഇല്ലാതെ റൈസ്. ആ സാലഡ് ബിരിയാണിയായിട്ട് ചേരുന്നേ ഇല്ല. നോ, ദാറ്റ് ഡസന്റ് വർക്ക്. കുറച്ച് വിനീഗറി ആയിട്ടുള്ള ഫ്ലേവേഴ്സിനെ കട്ട് ചെയ്യുന്ന സാലഡ് വേണം അല്ലേ? നമ്മുടെ നാവിനൊരു റിഫ്രഷ്മെന്റ് ആവണമല്ലോ സാലഡ്. ഈ സാലഡ് അങ്ങനെയല്ല. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇത് ചിക്കൻ ബിരിയാണിയാ? ഇതിന്റെ കളറേ വേറെയാണല്ലോ. ഇത് ഉള്ളിൽ മസാലയും പുറത്ത് വേറെ റൈസുമാണ്. നേരത്തെ കംപ്ലീറ്റ് റൈസിന് ഒരേ കളറായിരുന്നു. ചിക്കൻ കുക്കിംഗ് പെർഫെക്റ്റാ. അതിന് അഫ്ഗാനി ചിക്കൻ ആയിക്കോട്ടെ, ചിക്കൻ ബിരിയാണിയിലെ ചിക്കൻ ആയിക്കോട്ടെ, മട്ടൻ ബിരിയാണിയിലെ മട്ടൺ ആയിക്കോട്ടെ, വെൽ കുക്ക്ഡ്. പക്ഷേ ഇതിനൊന്നും ഒരു ആത്മാവില്ല, ഒരു സോളില്ല. എന്തൊക്കെയോ മസാല, എന്തൊക്കെയോ എരിവ്. യമനി ക്യുസീൻ എന്തിനാ ഇത്ര എരിവ്? Yemeni cuisine is about meat, flavor, the quality of ingredient, cooking in the wellness, well cooked ആണോ അല്ലയോ എന്നുള്ളത്. അത് അങ്ങനെയൊക്കെയല്ലേ യമനി ക്യുസീൻ. അതിൽ ഇത്രയും സ്പൈസ് കുത്തി കയറ്റണോ? ഞാൻ വിചാരിച്ചു ഇതിനകത്ത് റൈസിൻ്റെ കളറ് കുറച്ച് വെള്ളയും മിക്സൊക്കെ കണ്ടപ്പോൾ ബെറ്റർ ആയിരിക്കും. അല്ല, ഇതിനും അതേ കൈൻഡ് ഓഫ് ഒരു ഭീകരമായിട്ടുള്ള സ്പൈസസിൻ്റെ അതിപ്രസരമാണ് ഈ റൈസിൽ. എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ അഫ്ഗാനി ചിക്കൻ്റെ ക്രീമി സോസ് ഇതിനകത്ത് ഒഴിച്ചാലോ? അതെങ്ങനെ ഉണ്ടാവും നോക്കാം. ഒരു ചിക്കൻ വെക്കാം.
കുറച്ച് ഭേദമായി, പക്ഷേ എന്നാലും സ്പൈസസിൻ്റെ ഓവർലോഡാണ്. പിന്നെ ഈ ചിക്കൻ ശരിക്കും ഡ്രൈ ആയിരുന്നു. ഞാനിപ്പോൾ വെൽ കുക്ക്ഡ് എന്ന് പറഞ്ഞ് നാവ് എടുത്തതേ ഉള്ളൂ, പക്ഷെ എന്നാലും ചിക്കൻ കടിക്കുമ്പോൾ നാരായിട്ട് ഇങ്ങനെ വരികയാണ്. ഡ്രൈ. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ജഫ് ബിരിയാണി എന്ന് പറയുന്നത് കൊച്ചിയിലെ വളരെ ഹൈ പ്രൊഫൈൽ ആൾക്കാർക്ക് പോലും, അതായത് ലോകം കണ്ട് അറബി നാടുകളും എല്ലാം കണ്ട് മുഗളായി ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി എല്ലാം കഴിച്ച് എല്ലാവർക്കും ഇഷ്ടമുള്ള കടയായിരുന്നു 2-2.5 വർഷം മുമ്പ്. 2.5 വർഷം മുമ്പ് ഞാൻ ചെല്ലുമ്പോൾ ആ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുകയാണ്. പക്ഷെ ഇന്നിപ്പോൾ നിങ്ങൾ നോക്ക്, ഇതിനകത്തുള്ള മസാലയും സ്പൈസസും കംപ്ലീറ്റ് മസാലയാണ് കേട്ടോ. നോക്ക്, ഇത്രയും മസാല എങ്ങനെ യമനി ക്യുസീൻ താങ്ങുക? യമനി ക്യുസീൻ പോട്ടെ, ഏത് ബിരിയാണിക്കായാലും ഇത്രയും മസാല എങ്ങനെ താങ്ങാൻ പറ്റുക? ആകെ 2 പിടി റൈസ് ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളതിൻ്റെ അവസ്ഥയാണിത്. എന്തൊക്കെ സ്പൈസസ് അധികം ഇടാൻ പറ്റുമോ അതൊക്കെ അധികം ഇട്ടിട്ടുണ്ടെന്നുള്ള അവസ്ഥയാണ്. അന്നത്തെ ജഫ് ബിരിയാണി എവിടെ കിടക്കുന്നു? ഇന്നത്തെ ജഫ് എൻ്റെ പ്രശ്നമൊന്നുമല്ല. ജഫ് ബിരിയാണി അവരുടെ ഇഷ്ടം പോലെ അവർക്ക് സ്പൈസ് ഇടാതിരിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ആ ബ്ലോഗ് ചെയ്തിട്ട് 2.5 കൊല്ലം എത്ര പേര് ചിലപ്പോൾ ആ ബ്ലോഗ് കണ്ടിട്ട് ജഫ് ബിരിയാണി പോയി കാണും അല്ലേ? കൊച്ചിയിലെ ഏറ്റവും നല്ല ബിരിയാണി ജഫ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. എപ്പോഴാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത്? ആ ജഫ് ബിരിയാണിയിൽ നിന്ന് ഈ ജഫ് ബിരിയാണിയിലേക്ക് അറിയുമോ? എന്താ ഉണ്ടായേ?